ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഫിഷിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. മലബാർ ഫിഷ് റോസ്റ്റ്. കേരള ഫുഡീസ് ക്ലബിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പിലോപ്പി എന്ന് പറഞ്ഞ മീനാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ തിലോപ്പിയ എന്നൊക്കെ പറയും കേട്ടോ. നമുക്ക് ഏത് മീൻ വെച്ചും ഇങ്ങനെ ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഫിഷ് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ആക്കാം. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് ഈ മീൻ ഓരോ പീസ് ഇങ്ങനെ എടുത്ത് വെച്ച് വറുത്തെടുക്കാം. മീൻ അധികം വെന്ത് മുരിഞ്ഞു പോകരുത്. ഒരു 4-5 മിനിറ്റ് മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് വേവിച്ചിട്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. മീൻ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. സവാള ഇട്ടതിന് ശേഷം അതൊരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കാം. സവാള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കാം. തക്കാളി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം. തക്കാളി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ട്, വാളംപുളിയാണ് കേട്ടോ, വാളംപുളി എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം ഈ മസാല ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മീനിൻ്റെ എല്ലാ ഭാഗത്തും ആ മസാല ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്. നമ്മളിവിടെ 1 കപ്പ് തേങ്ങയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിരിക്കുന്ന പാലാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാൻ അത്രയ്ക്കായിട്ട് ഡ്രൈ ആക്കണില്ല. ഞാനിത് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ ആക്കേണ്ടവർക്ക് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നമുക്ക് ഗ്രേവി ആവശ്യമുള്ള കാരണം കൊണ്ട് ഗ്രേവി ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ചൊരു വേപ്പില വിതറി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ആക്കാം. അങ്ങനെ നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള മലബാർ ഫിഷ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പൊറോട്ട, അപ്പം, ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.